കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്റർവ്യൂ നടക്കാത്തതിൽ സങ്കടത്തോടെ സുഭാഷിനോട് പരാതി പറയുന്ന നിധിയെ സുഭാഷ് തൻ്റെ പണിസെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താനൊരു ആർക്കിടെക്റ്റ് അല്ലെന്നും ഒരു സാധാരണ മേസ്തിരിയാണെന്നും അറിയിക്കുന്നുണ്ട്. തന്നോട് സുധീഷ് കള്ളം പറയുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിധിയും ആകെ ടെൻഷനോടെ അവിടെ നിന്നിറങ്ങി സുഭാഷിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുന്നുണ്ടെങ്കിലും സുധീഷ് കള്ളം പറഞ്ഞതോർക്കെ ദേഷ്യം സഹിക്കാനാവാതെ വഴിയിലൊരിടത്ത് ഓട്ടോ നിർത്തി ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് സുധീഷ് തൻ്റെ ബൈക്കിൽ അതുവഴി വരുന്നത്. നിധിയോട് വന്ന് കുശലം പറഞ്ഞു തുടങ്ങുന്ന സുധീഷ് അവളുടെ നിൽപ്പും ഭാവവും എല്ലാം കണ്ട് കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഇങ്ങനെ അപ്സെറ്റായി നിൽക്കാൻ കാരണമെന്താ, അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഈ അപ്സെറ്റിന് കാരണം വീട്ടുകാരല്ലെന്നും സുധീഷ് ആണെന്നും എന്തിനാ തന്നോടിങ്ങനെ കള്ളം പറഞ്ഞതെന്നും നിധി ചോദിക്കുമ്പോൾ ഇവളെ ഏതോ കള്ളം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, താൻ പല കള്ളങ്ങളും ഇവളോട് പറഞ്ഞിട്ടുണ്ട്, അതിലേതാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് എന്ത് കള്ളമാണ് താൻ ഇതുവരെ നിധിയോട് കള്ളം പറഞ്ഞതായി ഓർക്കുന്നില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നതും കള്ളമാണെന്നും തന്നോട് എന്തിനിങ്ങനെ കള്ളം പറയുന്നുവെന്നും നിധി ചോദിക്കുമ്പോൾ തന്നോടിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം താൻ എന്ത് കള്ളമാ പറഞ്ഞത്, അത് പറഞ്ഞാൽ തനിക്ക് കൂടി അറിയാമായിരുന്നെന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങളുടെ ചേട്ടൻ ആർക്കിടെക്റ്റ് ആണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ കള്ളമാണോ കണ്ടുപിടിച്ചതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആർക്കിടെക്റ്റ് തന്നെ എന്തു പറ്റിയെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിന് വിളിച്ചതെന്നും പറഞ്ഞ് സുധീഷ് കൂട്ടിക്കൊണ്ടുപോയതും അക്കാര്യത്തെപ്പറ്റി ചേട്ടന് ഒരറിവുമില്ലായിരുന്നുവെന്നതും നിധി തുറന്നടിക്കുന്നുണ്ട്. ആർക്കിടെക്റ്റ് ആയ ചേട്ടൻ സാധാരണ വേഷത്തിൽ ജോലിക്കിറങ്ങിയപ്പോൾ അതിന്റെ കാരണം താൻ ചോദിച്ചില്ലേ എന്നും ചേട്ടൻ വളരെ സിമ്പിളാണെന്നും സിമ്പിൾ ഡ്രസ്സ് ധരിച്ച് ജോലിക്ക് പോവാറുള്ളൂവെന്നും ഇതെല്ലാം ചേട്ടൻ്റെ ഒരു സ്ട്രാറ്റജിയാണെന്നും സത്യമാണെന്ന് കരുതി താൻ അതെല്ലാം വിശ്വസിച്ചുവെന്നും വാ തുറന്ന കള്ളം മാത്രമേ പറയൂ അല്ലേ എന്നും നിധി ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ടുനിന്ന സുധീഷും തൻ്റെ ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയെന്നും അവിടെ വെച്ചാണ് താൻ ഒരു സാധാരണ മേസ്തിരിയാണെന്നും ആർക്കിടെക്റ്റ് അല്ലെന്നും സുധീഷ് കള്ളം പറഞ്ഞതാണെന്നും ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും നിധി പറയുന്നുണ്ട്. സുധീഷ് ഒന്നും പറയാനാവാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂസലുമില്ലാതെ കള്ളം പറയുന്നത് എന്തിനാ, ഒരു കള്ളം പറഞ്ഞ് അതിനെ മറയ്ക്കാൻ വേറൊരു കള്ളം, അതുമാത്രമോ നിങ്ങളുടെ വീടിനെ പറ്റി അന്ന് പറഞ്ഞതെന്താ, ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, വേറെ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്ന് നിധി പറയുമ്പോൾ താൻ ഇതല്ലാതെ വേറൊരു കള്ളവും പറഞ്ഞിട്ടില്ലെന്ന് സുധീഷ് വാദിക്കുന്നുണ്ട്. സുധീഷിനെ പറ്റി താൻ ഇങ്ങനെയല്ല വിചാരിച്ചതെന്നും താൻ ഇനി സുധീഷിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷും ദേഷ്യത്തോടെ അവളോട് നിർത്താനായി പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം താൻ വിശദീകരിക്കാമെന്നും എല്ലാം കേട്ടതിന് ശേഷം താൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാമെന്നും പറയുന്നുണ്ട്. ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന കാര്യം താൻ പറഞ്ഞത് നിധിയുടെ വീട്ടിൽ വെച്ചാണെന്നും താൻ അന്ന് വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നുവെന്നും അന്ന് തന്റെ ഫാമിലി സിറ്റുവേഷനെ പറ്റി ഉള്ളത് പറഞ്ഞ നിധി തന്നെ കുറിച്ച് കാണുമെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് തന്റെ കുടുംബത്തെ പറ്റിയെല്ലാം അങ്ങനെ പറഞ്ഞതെന്നും പിന്നീടാണ് നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നതെന്നും അതിനുശേഷം നിധി വീട്ടിലേക്ക് വരുമെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ഇതുപോലെ പല കസ്റ്റമേഴ്സും തൻ്റെ കാറിൽ വരാറുണ്ടെന്നും അവരെല്ലാം തൻ്റെ കുടുംബത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ സമയത്ത് തനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് പറയാറുള്ളതെന്നും ഡ്രൈവർ ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിക്കുമെന്നും നിധി ഇനി കാണില്ലെന്നും വിചാരിച്ചു. അങ്ങനെയാണ് ആ കള്ളം പറഞ്ഞതെന്നും പിന്നീട് നമ്മുടെ ഡ്രാമ കല്യാണം നടന്നെന്നും നിധി തൻ്റെ വീട്ടിലേക്ക് എത്തിയെന്നും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും അങ്ങനെ ഒരു കള്ളം പറയില്ലായിരുന്നുവെന്നും അറിയാത്തൊരാളോട് എന്തിനാ സത്യം പറയുന്നെന്ന് വിചാരിച്ചാൽ താൻ ആ കള്ളം പറഞ്ഞതെന്നും തന്നെ വിശ്വസിക്കെന്നും സത്യം ചെയ്ത് താൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുധീഷ് പറഞ്ഞതുപോലെ അറിയാത്തൊരാളോട് സത്യം പറഞ്ഞില്ല, പക്ഷേ തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ താമസിച്ചത്, ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും താൻ കണ്ടു, അപ്പോഴെങ്കിലും സത്യം പറയാമായിരുന്നില്ലേ, ചോദിക്കുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ഓരോ പുതിയ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു, അപ്പോഴെന്താ സത്യം പറയാഞ്ഞെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ താൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ താനൊരു ചതിയനാണെന്ന് നിധി വിചാരിക്കുമെന്നും ആക്ച്വലി സുഭാഷ് ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണോ എന്ന് നിധി ചോദിക്കുമ്പോഴാണ് താൻ സുഭാഷ് ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞ കാര്യം തനിക്ക് ഓർമ്മ വന്നതെന്നും കസ്റ്റമേഴ്സ് ഒന്നും ജെനുവിനില്ലാത്തതുകൊണ്ട് താൻ പൊതുവായ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർമ്മയിൽ വെക്കാറില്ലെന്നും സുധീഷ് പറയുമ്പോൾ ഓർമ്മ വന്നില്ലെന്നത് ശരി തന്നെ, പക്ഷേ ചോദിക്കുമ്പോൾ സത്യം പറയാമായിരുന്നില്ലെന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞവനെന്ന് നിധി തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചാൽ താൻ അങ്ങനെ പറയാതിരുന്നതെന്ന് സുധീഷും എത്ര കാലം ഇങ്ങനെ സത്യം
മറച്ചു പിടിക്കുമെന്നും ഒരു നാൾ അത് വെളിച്ചത്ത് വരില്ലേ എന്നും നിധി ചോദിക്കുമ്പോൾ താനും നിധിയോട് സത്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നുവെന്നും പക്ഷേ അത് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നുവെന്നും അതിനായി താൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സുധീഷ് പറയുന്നുണ്ട്. കള്ളം പറയാനല്ലേ പ്രിപ്പയർ ചെയ്യേണ്ടത്, സത്യം പറയാൻ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്നും സുധീഷിനെ ഞാനിനി എങ്ങനെ വിശ്വസിക്കുമെന്നും നിധി ചോദിക്കുമ്പോൾ ആ ഒരു കള്ളം മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂവെന്നും ആ സമയത്ത് നിധി വളരെ അപ്സെറ്റ് ആയിരുന്നുവെന്നും താൻ ആ സമയത്ത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു ചതിയന്റെ വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്ന് നിധിക്ക് തോന്നുമായിരുന്നുവെന്നും നിധിയുടെ കഷ്ടകാലത്തിലെല്ലാം താൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും തന്റെ കൂടെ നിധി വളരെ അധികം യാത്ര ചെയ്തിട്ടുണ്ടെന്നും സുധീഷ് നല്ലവനാണോ ചീത്തയാണോ എന്ന് നിധിക്ക് നന്നായി അറിയില്ലേ എന്നും ഒരു കള്ളം പറഞ്ഞൊന്നു കരുതി തന്നെ ഇങ്ങനെ അവിശ്വസിക്കല്ലേ എന്നും സുധീഷ് പറയുമ്പോൾ എല്ലാം താൻ വിശ്വസിച്ചുവെന്നും ഇതുപോലെയുള്ള പല ഡയലോഗുകളും താൻ കേട്ടിട്ടുണ്ടെന്നും തന്നെ വെറുതെ വിടെന്നും പറഞ്ഞ് നിധി ആ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് ഹരീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അത് നിധിയാണെന്ന് കരുതി ഓടിവരുന്ന നികേഷ് നിധി ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലെത്തിയെന്നും പിന്നീട് സുഭാഷ് ഏട്ടൻ അവളെയും കൊണ്ട് എങ്ങോട്ടോ പോയെന്നും ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നും അറിയിക്കുമ്പോഴേക്കും സുഭാഷും തന്റെ ജോലി കഴിഞ്ഞ് അങ്ങോട്ടെത്തുന്നുണ്ട്. നിധി വീട്ടിലെത്തിയില്ലെന്ന കാര്യം നികേഷ് അറിയിക്കുമ്പോൾ താനാണ് അവളെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതെന്നും അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണല്ലോ എന്നും സുഭാഷ് പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ എന്താ കാര്യം, നിധിയെ എന്തിനാ സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അവളെ സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താനൊരു ആർക്കിടെക്റ്റ് അല്ലെന്നും ഒരു മേസ്തിരിയാണെന്നും ഇതാണ് തന്റെ സൈറ്റ് എന്നും കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോയതാണെന്നും ഇന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഇന്റർവ്യൂവിനാണ് പോയതെന്നാണ് സുധീഷ് അവളോട് കള്ളം പറഞ്ഞതെന്നും അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഒരു വ്യാജ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തെന്നും നിധിയോടവൻ താൻ റെക്കമെൻഡ് ചെയ്ത ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞെന്നും ഇന്റർവ്യൂ നടക്കാതെ അവൾ തിരികെ വന്ന് ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത കമ്പനിയിലെ ഇന്റർവ്യൂ നടന്നില്ലെന്നും താൻ വിളിച്ചു പറഞ്ഞ് ഉടനെ അടുത്ത ഇന്റർവ്യൂ റെഡിയാക്കണമെന്ന് പറഞ്ഞെന്നും അത് കേൾക്കെ തനിക്കും സങ്കടമായെന്നും അതുകൊണ്ടാണ് അവളെ സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താൻ ഒരു മേസ്തിരിയാണെന്നും ആർക്കിടെക്റ്റ് അല്ലെന്നും പറഞ്ഞതെന്നും സുഭാഷ് ടെൻഷനോടെ പറയുമ്പോൾ ചേട്ടൻ ടെൻഷൻ ആവേണ്ടെന്നും ചേട്ടൻ ചെയ്തത് തന്നെയാണ് ശരിയെന്നും അവൻ കള്ളം പറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവൻ തന്നെയാണ് ഉത്തരവാദിയെന്നും അവന് കൂട്ടുനിന്ന് നമ്മൾ കള്ളം പറയുന്നത് തെറ്റാണെന്നും നാളെ അവൾ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വന്ന് സുധീഷ് കള്ളം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അതിന് കൂട്ടുനിന്നെന്ന് ചോദിച്ചാൽ സുഭാഷ് ഏട്ടൻ എന്തു മറുപടി പറയും എന്നും ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ചാണ് താൻ ആർക്കിടെക്റ്റ് അല്ലെന്ന് പറഞ്ഞത്. അതിനുശേഷം അവൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചതാണെന്നും ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലെന്നും തനിക്കെന്തോ പേടി തോന്നുന്നുവെന്നും സുഭാഷ് പറയുമ്പോൾ സുധീഷ് ഏട്ടൻ കള്ളം പറഞ്ഞതറിഞ്ഞ് ഏട്ടത്തി അത് ചോദ്യം ചെയ്യാനായി സുധീഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുമെന്നും ഉറപ്പായും സുധീഷ് ഏട്ടൻ കൂട്ടിയിട്ട് വരുമെന്നും നികേഷ് പറയുമ്പോഴേക്കും സുധീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. നിധി വീട്ടിലെത്തിയിട്ടില്ലെന്നറിഞ്ഞ സുധീഷ് നിധി തന്നെ കണ്ട് സംസാരിച്ചതാണെന്നും ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നതാണെന്നും ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലെന്നും ചോദിച്ച് സുധീഷ് ടെൻഷനോടെ അവളെ തിരഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ തിരച്ചിലിനൊടുവിൽ അന്ന് നികേഷുമായി പോയ അമ്പലത്തിൽ വെച്ച് നിധി അവൻ കണ്ടെത്തുന്നുണ്ട്. സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് നിധി വീട്ടിലേക്ക് പോയെന്നാണ് താൻ കരുതിയതെന്നും അവിടെ എല്ലാവരും നിധിയെ കാണാതെ ടെൻഷനോടെ ഇരിപ്പാണെന്നും പറയുന്നുണ്ടെങ്കിലും നിധി അവനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കണ കണ്ട് നിധിയെ കാണാതെ വീട്ടിലെല്ലാവരും പേടിയിലാണെന്നും തനിക്കും നല്ല ടെൻഷനായെന്നും നിധിയെ തിരഞ്ഞ് താൻ കൺസ്ട്രക്ഷൻ സൈറ്റിലും നേരത്തെ സംസാരിച്ചയിടത്തും എല്ലാം തിരഞ്ഞെന്നും ഇപ്പോൾ നിധിയെ കണ്ടപ്പോഴാ കുറച്ച് ആശ്വാസമായതെന്നും സുധീഷ് പറയുന്നുണ്ട്. സുധീഷിന് എപ്പോഴും സുധീഷിന്റെ കാര്യം മാത്രമാണ് പ്രധാനമെന്നും തന്റെ ടെൻഷനൊന്നും ഒരു പ്രശ്നമല്ലെന്നും ഇങ്ങനെ കള്ളം പറയുന്നത് തനിക്ക് താങ്ങാനാവില്ലെന്നും ഇതുവരെ സുധീഷ് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നില്ലേ എന്നും എങ്ങനെ താൻ ആ വീട്ടിൽ പോയി സമാധാനമായി ഇരിക്കുമെന്നും നിധി ചോദിക്കുന്നുണ്ട്. താൻ കള്ളം പറഞ്ഞതിന്റെ കാരണം പറഞ്ഞതല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കാരണം പറഞ്ഞ എല്ലാം തീരുമോന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. താൻ പിന്നെ വേറെ എന്തു ചെയ്യുമെന്നും ഇപ്പോൾ വേറെ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്നും താൻ കള്ളം പറഞ്ഞുവെന്ന് താൻ അംഗീകരിക്കുന്നുവെന്നും പറഞ്ഞതിനെല്ലാം സോറി എന്നും സുധീഷ് പറയുമ്പോൾ ഈ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം സോറി എന്നൊരൊറ്റ വാക്ക് മതിയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും യഥാർത്ഥ സത്യം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും വീടിനെ പറ്റിയും ചേട്ടനെ പറ്റിയും കള്ളം പറഞ്ഞുവെന്നും അതിന് മനോഹരമായ ഒരു റീസൺ കണ്ടെത്തിയെന്നും പക്ഷേ തന്റെ ജോലിക്കാര്യത്തിൽ എന്തിനാ കള്ളം പറഞ്ഞതെന്നും ഒരു ജോലി എന്റെ സ്വപ്നമാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നും ഇന്റർവ്യൂ നടന്ന ജോലി കിട്ടുമെന്ന് കരുതിയ ആ കമ്പനിയിൽ വരെ പോയത് അപ്പോൾ പോലും എന്നോട് സത്യം പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇന്റർവ്യൂക്കാരൻ സത്യമായിരുന്നു എന്ന് സുധീഷ് പറയുന്നുണ്ട്. വീണ്ടും കള്ളം പറയേണ്ടെന്നും സുധീഷ് ചേട്ടന് ആ ഇന്റർവ്യൂവുമായി യാതൊരു ബന്ധമില്ലെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞതാണെന്നും നിധി പറയുമ്പോൾ ചേട്ടനാണ് ഇന്റർവ്യൂ ഏർപ്പാടാക്കിയതെന്നതാണ് കള്ളം. സത്യത്തിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് തന്റെ ഫ്രണ്ടിന്റെ കമ്പനിയുമായിരുന്നു, അത് താനാണ് ഏർപ്പാട് ചെയ്തതെന്ന് സുധീഷ് പറയുമ്പോൾ താനത് വിശ്വസിക്കണോ? സുഭാഷ് ഏട്ടനെ അതിൽ യൂസ് ചെയ്തത് എന്തിനാന്ന് നിധി ചോദിക്കുന്നുണ്ട്.
അത് സുഭാഷ് ഏട്ടനെ ഒരു ഗെറ്റപ്പ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നും സുഭാഷ് ഏട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്നല്ലേ നിധി വിശ്വസിച്ചിരുന്നതെന്നും ചേട്ടൻ ഏർപ്പാടാക്കിയ ഇന്റർവ്യൂ ആണെന്നറിഞ്ഞ നിധിക്കും ആ കമ്പനിയിൽ ഒരു വിശ്വാസം വരുമല്ലോ എന്നും നിധിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ടാണെന്നും തന്റെ ഫ്രണ്ടിന്റെ അച്ഛന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെന്നും അവനോട് നിധിയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാണ് ഇന്റർവ്യൂ റെഡിയാക്കി വെച്ചതെന്നും സത്യമായിട്ടും ഇന്റർവ്യൂ നടക്കാനിരുന്നതാണെന്നും താൻ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയ സമയത്താണ് ഇന്റർവ്യൂ നടക്കില്ലെന്ന് പറഞ്ഞ് അവന്റെ കോൾ വന്നതെന്നും തന്നെ വിശ്വസിക്കെന്നും ജോലിക്കാര്യത്തിൽ താൻ ഒരു കള്ളവും കാണിക്കില്ലെന്നും ഉറപ്പായും ഈ ഇന്റർവ്യൂ നടക്കുമെന്നും സുധീഷും പറയുന്നുണ്ട്. സുധീഷിനെ വിശ്വസിക്കാൻ ഇനി പ്രയാസമാണെന്ന് നിധി പറയുമ്പോൾ താൻ തൻ്റെ ഫ്രണ്ടിനെ മൊബൈലിൽ വിളിച്ച് ഇന്റർവ്യൂക്കാരൻ സ്പീക്കറിലിട്ട് കേൾപ്പിക്കാമെന്നും അപ്പോൾ വിശ്വാസമാവില്ലെന്നും സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നേരത്തെ തന്നെ ഫ്രണ്ടിനോട് പറഞ്ഞ് സെറ്റാക്കിയിട്ട് വന്നതായിരിക്കുമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ താൻ സത്യമാണ് പറയുന്നതെന്ന് പറഞ്ഞ് സുധീഷ് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് മൊബൈൽ സ്പീക്കറിലിടുന്നുണ്ട്. നിധിയെ ഇന്റർവ്യൂവിനായി ഇന്ന് വിളിപ്പിച്ചിരുന്നില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊരു വ്യാജ ഇന്റർവ്യൂ അല്ലായിരുന്നോ എന്നും തൻ്റെ അച്ഛനില്ലെന്ന് മനസ്സിലാക്കി നമ്മളൊരു വ്യാജ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തതല്ലേ എന്നും ജോലിയൊന്നും വേണ്ട ഒരു ഇന്റർവ്യൂ എങ്കിലും നടത്തി അവളെ വിശ്വസിപ്പിക്കാനാണെന്ന് സുധീഷ് പറഞ്ഞതല്ലേ എന്നും നിങ്ങൾ ഇന്റർവ്യൂവിനെത്തിയ സമയത്ത് എൻ്റെ അച്ഛൻ തിരിച്ചെത്തിയതല്ലേ എന്നും അച്ഛന് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് താൻ ഇന്റർവ്യൂ നടക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞതെന്നും ആ ഫ്രണ്ട് പറയുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ടു നിന്ന നിധിയും ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുമ്പോഴും എല്ലാവരും തന്നെ ചതിക്കുകയാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഫ്രണ്ടും കള്ളം പറഞ്ഞതാണോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് വായ തുറന്ന കള്ളമേ പറയൂ. ഞാൻ എത്ര സിൻസിയറായിട്ടാ ആ ഇന്റർവ്യൂവിന് റെഡിയായി വന്നത്. അതൊരു വ്യാജ ഇന്റർവ്യൂ ആയിരുന്നല്ലേ. നിങ്ങളോട് ഞാൻ ജോലി ആവശ്യപ്പെട്ടത് തന്നെ തെറ്റ്. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നെനിക്കറിയില്ല എന്ന് നിധി പറയുമ്പോൾ എല്ലാം നിധിയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, സോറി എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി താൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായി ഉത്തരം പറയണമെന്ന് പറയുന്നത്. സുധീഷ് അത് സമ്മതിച്ച് ചോദിക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ആരാ നിധിയോട് പറഞ്ഞതെന്ന് അമ്പരപ്പോടെ സുധീഷ് ചോദിക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന നിധിയുടെ ചോദ്യത്തിന് സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അപ്പോൾ അത് സത്യം തന്നെയാണെന്നും ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ടും തന്നെ അത് മറച്ചുവെച്ചത് എന്തിനാണെന്നും നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ താൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് ഇതിനെന്നും നമ്മുടെ കല്യാണം നടക്കുമെന്നോ നിധി എൻ്റെ വീട്ടിലേക്ക് വരുമെന്നോ തനിക്ക് അറിയാമായിരുന്നില്ലെന്നും അതറിയാമായിരുന്നെങ്കിൽ താൻ സത്യം പറഞ്ഞിരുന്നേനെ എന്ന് സുധീഷ് പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും അതൊന്നും താൻ ചോദിച്ചില്ലെന്നും അച്ഛൻ കൊലപാതകം നടത്തിയോ ഇല്ലയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. തനിക്കതിനെപ്പറ്റി അറിയില്ലെന്നും നാട്ടിലെല്ലാവരും അച്ഛനെ പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും തനിക്കിതിനെപ്പറ്റി മറുപടി പറയാനൊന്നുമില്ലെന്നും ഇയാൾക്ക് തോന്നുന്ന പോലെ വിശ്വസിക്കെന്നും സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുധീഷ് വീണ്ടും താൻ പറഞ്ഞ കള്ളങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ താൻ വീട് വിട്ടിറങ്ങി വരില്ലായിരുന്നുവെന്ന് നിധിയും പറയുന്നുണ്ട്. വന്നില്ലായിരുന്നെങ്കിൽ ആ സൂര്യയെ കല്യാണം കഴിച്ച് ഇയാളുടെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ എന്ന് സുധീഷ് പറയുമ്പോൾ അക്കാര്യത്തെക്കുറിച്ചോർത്ത് സുധീഷ് ടെൻഷൻ ആവേണ്ടെന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. തനിക്ക് വേണ്ടിയല്ല നിധിക്ക് വേണ്ടിയാണ് താൻ ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് വന്നതെന്നും തൻ്റെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞതെന്നും അതിനുവേണ്ടിയാണ് കൂട്ടിയിട്ട് വന്നതെന്നും എല്ലാ സത്യവും വിളിച്ചു പറയാൻ ഇയാൾ എൻ്റെ വൈഫ് അല്ലല്ലോ എന്നും ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് നിധി തന്നെയല്ലേ എന്നോട് പറഞ്ഞതെന്നും താൻ മാത്രം പെർഫെക്റ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണെന്നും ശരിക്കുമുള്ള ഒരു കല്യാണമായിരുന്നെങ്കിൽ താൻ വീടിനെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും നിധിയോട് പറഞ്ഞേനെയെന്നും നമ്മൾ രണ്ടുപേരും ഒരു 10-15 ദിവസമല്ലേ സംസാരിച്ചുള്ളൂ, അതിനുള്ളിൽ ഇതെല്ലാം പറയാൻ എങ്ങനെയാ കഴിയുക എന്നൊക്കെ ഒഴിവ് പറഞ്ഞ് സുധീഷ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും സുധീഷിനെ താൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ലെന്നും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എന്ത് കള്ളം വേണമെങ്കിലും പറഞ്ഞോ എന്നും തൻ്റെ കാര്യത്തിൽ ഇനി കള്ളം പറയരുതെന്നും പറഞ്ഞ് അവർ വഴക്കു കൂടുമ്പോഴാണ് അവരെ അന്വേഷിച്ചു വരുന്ന നികേഷ് അങ്ങോട്ടെത്തുന്നത്. ദേഷ്യത്തോടെ സുധീഷ് പെട്ടെന്ന് തൻ്റെ ബൈക്കും എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നികേഷും നിധിയെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. വീട്ടിലെത്തിയ സുധീഷ് നിധിയെ സത്യം അറിയിച്ചതിനെ ചൊല്ലി സുഭാഷിനുമായി വഴക്കിടുന്നുണ്ട്. തൻ്റെ ഒരു അനിയത്തിയായാണ് താൻ നിധിയെ കണ്ടതെന്നും താൻ ആർക്കിടെക്റ്റ് ആണെന്ന് കരുതി അവൾ ഒരു ജോലിക്കായി തന്നോട് അഭ്യർത്ഥിച്ചെന്നും എങ്ങനെ അവളോട് കള്ളം പറയുമെന്നും അതിനാലാണ് താൻ സത്യം തുറന്നു പറഞ്ഞതെന്നും സുഭാഷ് പറയുമ്പോൾ അവളെ അനിയത്തിയായി കണ്ടു, അപ്പോൾ തൻ്റെ സ്ഥാനം എന്താ? തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിലയുമില്ലേ? അനിയത്തിയോടുള്ള സ്നേഹത്താൽ തന്നെ തെറ്റുകാരനാക്കി തന്നോടൊരു വാക്ക് ചോദിക്കാതെ ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ സുധീഷ് സുഭാഷിനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഹരീഷും സുഭാഷിനെ സപ്പോർട്ട് ചെയ്ത് അവനുമായി വഴക്കിടുന്നുണ്ട്. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവർ തമ്മിൽ വഴക്കിട്ടത് എന്തിനാണെന്ന് നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്.
തനിക്ക് എന്താ പറയേണ്ടുന്നതെന്ന് അറിയില്ലെന്ന് നിധി പറയുമ്പോൾ തനിക്കെല്ലാം അറിയാമെന്നും സുഭാഷ് ഏട്ടൻ എല്ലാ കാര്യവും പറഞ്ഞെന്നും സുഭാഷ് ഏട്ടൻ ഒരു ആർക്കിടെക്റ്റാണെന്ന് സുധീഷ് പറഞ്ഞെന്നും താനൊരു സാധാരണ മേസ്തിരിയാണെന്ന കാര്യം സുഭാഷ് ഏട്ടൻ അറിയിച്ചെന്നും അതിനെ ചൊല്ലിയല്ലേ രണ്ടുപേരും വഴക്കിടുന്നതെന്നും നികേഷ് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ലെന്നും സുധീഷ് പറയുന്നത് എല്ലാം കള്ളമാണെന്നും തക്കലയിൽ നിന്ന് ഡ്രൈവറായി വീട്ടിൽ താമസിച്ചപ്പോൾ വീടിനെ പറ്റി എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞതെന്നും ചേട്ടൻ ഒരു ആർക്കിടെക്റ്റാണെന്ന് കള്ളം പറഞ്ഞെന്നും ഇന്ന് തന്നെ കൊണ്ടുപോയത് ഒരു വ്യാജ ഇന്റർവ്യൂവിനായിരുന്നുവെന്നും സുധീഷ് എന്താ ഇങ്ങനെയെന്നും വീട്ടിലെ ബാക്കിയുള്ളവരെന്നും അതുപോലെ അല്ലല്ലോ നിധി ചോദിക്കുന്നുണ്ട്. ചെറിയ ചില കള്ളങ്ങൾ മാത്രമേ സുധീഷ് ഏട്ടൻ പറയാറുള്ളൂവെന്നും ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഈ വീട് വിട്ടു പോകണമെന്നും ഈ വീട്ടിൽ താമസിച്ചാൽ നല്ലതൊന്നും നടക്കില്ലെന്നും സുധീഷ് ഏട്ടൻ ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും ആ വീട് സുധീഷ് ഏട്ടന് തീരെ ഇഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് വീടിനെ പറ്റി ഇങ്ങനെ കള്ളം പറയുന്നതെന്നും പിന്നെ ചില ആണുങ്ങൾ പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ചില കള്ളങ്ങളൊക്കെ പറയാറില്ലേ, അതുപോലെ പറഞ്ഞതാവാമെന്നും അത് ക്ഷമിക്കെന്നും സുധീഷ് ഏട്ടൻ ഇനി കള്ളം പറയില്ലെന്നും സുധീഷ് ഏട്ടന് ഏട്ടത്തിയമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നും നികേഷ് പറയുന്നുണ്ട്. അവിടെ തമ്മിൽ വഴക്കടിച്ച് അടിപിടി കൂടുന്ന സുധീഷിനെയും ഹരീഷിനെയും പിടിച്ചു മാറ്റുന്നുണ്ട് സുഭാഷ്. സുധീഷ് ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതാ. നീ വെറുതെ ഇരിക്കുന്ന ഹരീഷിനെ സുഭാഷ് വഴക്കു പറയുമ്പോഴേക്കും ഇത്ര ദേഷ്യപ്പെടാനെന്താ, ആദ്യം കള്ളം പറയുന്നത് നിർത്തണമെന്നും എപ്പോ കള്ളം പറയാൻ തുടങ്ങിയോ അന്നു മുതൽ കഷ്ടകാലം തുടങ്ങിയെന്നും ഹരീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ ഇനി എല്ലാ കുറ്റവും എന്റെ തലയിൽ തന്നെ വെച്ചോ, നിന്നെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. സത്യം പറയാൻ വേണ്ടി സുഭാഷ് ഏട്ടനെ പ്രേരിപ്പിച്ചു വിട്ടത് നീയല്ലേ. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് സഹിക്കാനാവാതെ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ലേ നീ കാണിച്ചു കൂട്ടിയതെല്ലാം എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കുമ്പോഴേക്കും ദേഷ്യം സഹിക്കാനാവാതെ ഹരീഷും സുധീഷിനോട് അടികൂടി അവന്റെ കരണത്തൊന്നു കൊടുക്കുന്നുണ്ട്. അതിനു പകരം സുധീഷും ഹരീഷിനെ അടിക്കാനായി കൈയോങ്ങുമ്പോഴേക്കും ആ കൈ പതിക്കുന്നത് സുഭാഷിന്റെ കരണത്താണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് നിധിയും നികേഷും വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. പരിഭ്രമത്തോടെ അവർ ആ കാഴ്ചയെ നോക്കി നിൽക്കെ സുഭാഷും അടികിട്ടിയ കവിൾ പൊത്തിപ്പിടിച്ച് സുധീഷിനെ നോക്കുമ്പോഴേക്കും സുധീഷും അറിയാതെ ചെയ്ത അബദ്ധത്തിൽ പരിഭ്രമത്തോടെ സുഭാഷിനോടായി സോറി പറയുന്നുണ്ട്. ഇത് കാണുന്ന ഹരീഷും ദേഷ്യത്തോടെ സുധീഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ചേട്ടനെ എന്തിനാ അടിച്ചെന്ന് ചോദിച്ച് സുധീഷിനെ പൊതിരെ തല്ലുന്നുണ്ട്. സുധീഷ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് എല്ലാത്തിനും കാരണം ഹരീഷാണെന്നും എപ്പോഴും തന്റെ നല്ല ജീവിതത്തിന് വേണ്ടി അവനൊന്നും പറയാറില്ലെന്നും എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ നല്ലവനായി നടിക്കുന്നോ എന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിനെ അടിക്കാനായി ചെല്ലുമ്പോഴാണ് മുന്നിൽ പരിഭ്രമത്തോടെ നിൽക്കുന്ന നിധി അവൻ കാണുന്നത്. അവൻ പരിഭ്രമത്തോടെ കൈ പിൻവലിക്കുമ്പോഴേക്കും നികേഷും ടെൻഷനോടെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ സുഭാഷ് നിധിയോടായി ഇത്രയും സമയം എവിടെയായിരുന്നുവെന്നും അവളെ കാണാഞ്ഞേ അവർ ടെൻഷനായെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നും ചോദിക്കുന്നുണ്ട്. നിധി അതിന് മറുപടിയൊന്നും പറയാതെ പരിഭ്രമത്തോടെ സുധീഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പ. ആകെ വിങ്ങലോടെ നിൽക്കുന്ന സുധീഷിനോടായി സുഭാഷ് ഏട്ടനെ എന്തിനാ അടിച്ചെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നിധിയും ടെൻഷനോടെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഇവർ തമ്മിൽ ഇടയ്ക്കിടെ നടക്കുന്ന വഴക്കല്ലേ എന്നും അത് വിട്ടേക്കെന്നും നിധി വന്നതിൽ ആശ്വാസമായെന്നും പറയുന്നുണ്ട്. നികേഷ് വീണ്ടും സങ്കടം സഹിക്കാനാവാതെ സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനെ അടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ലെന്ന് പറഞ്ഞ് സുഭാഷും ടെൻഷനോടെ പുറത്തേക്ക് ചെന്നിരിപ്പുണ്ട്. ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സുധീഷിനോടായി നികേഷ് വീണ്ടും എന്തിനാ സുഭാഷ് ഏട്ടനെ അടിച്ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷും ഒന്നും പറയാൻ കഴിയാതെ സങ്കടത്തോടെ ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും പുറത്തുപോയി സങ്കടത്തോടെ ഇരിക്കുന്ന സുഭാഷിന്റെ അരികിൽ ചെന്ന് എന്തിനാ സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ അടിച്ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അവൻ എന്നെ കരുതിക്കൂട്ടി അടിച്ചതല്ലെന്നും അവർ തമ്മിൽ വഴക്കടിക്കുന്നതിനിടയിൽ പിടിച്ചു മാറ്റാനായി ചെന്ന എന്റെ ദേഹത്ത് അറിയാതെ അവന്റെ കൈ പതിച്ചതാണെന്നും അത്രയേ ഉള്ളൂവെന്നും സുഭാഷ് പറയുമ്പോൾ അതുതന്നെയല്ലേ അടിക്കുന്നതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അവനത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലെന്നും അത് നീ വിട്ടേക്കെന്നും നീതിയുടെ കാര്യമോർത്ത് താൻ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നുവെന്നും അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോഴാണ് തനിക്ക് ആശ്വാസമായതെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. താൻ കാണുമ്പോൾ സുധീഷ് ഏട്ടനും ഏട്ടത്തിയമ്മയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നും തന്നെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ അവർ തന്റെ കൂടെ നടന്നു വന്നുവെന്നും സുധീഷ് ഏട്ടനും ഒറ്റയ്ക്ക് തന്റെ ബൈക്കുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചെന്നും നികേഷ് പറയുമ്പോൾ അവൻ വീട്ടിലെത്തിയപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെന്നും വന്ന ഉടനെ തന്നെ അവൻ ഈ വഴക്കിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നുവെന്ന് സുഭാഷും ടെൻഷനോടെ പറയുന്നുണ്ട്. അവിടെ സുധീഷും സുഭാഷ് ഏട്ടനെ തല്ലിയതോർത്ത് കുറ്റബോധത്താൽ സ്വയം പഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.